എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ പേഴ്സണിൻ്റെ ശല്യം ഇനിയും ഉണ്ടാകില്ല, അവരുടെ പ്രവർത്തനം അവസാനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ആദ്യത്തെ ഈ ഫയലിലേക്ക് നമുക്ക് പോകാം. തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ അടങ്ങൂ, തകർത്തേ അടങ്ങൂ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം നിങ്ങൾ എത്തരത്തിലാണ് അവഗണിച്ചത്, അതിനെല്ലാം നിങ്ങൾ എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയും. നിങ്ങളെ ഒന്നും ചെയ്യാൻ തേർഡ് പാർട്ടി അനുവദിച്ചിട്ടില്ല. തലങ്ങും വിലങ്ങും തേർഡ് പാർട്ടിയുടെ ശല്യം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളോട് അസൂയയും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കാനും തേർഡ് പാർട്ടി അനുനിമിഷം പ്രവർത്തിച്ചിരുന്നു. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മൂലം പലപ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ടായി. കാരണം നിങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ഈ തേർഡ് പാർട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള നന്മയും ഒരു തരത്തിലുള്ള ശാന്തിയും ഇല്ലാതിരിക്കാനും പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും എപ്പോഴും ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരുന്നു, ആ തേർഡ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഇനി തേർഡ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല, തേർഡ് പാർട്ടി എന്നെ എൻ്റെ ജീവിതകാലത്ത് മുഴുവനും ആക്രമിക്കും, എൻ്റെ ജീവിതകാലത്ത് മുഴുവനും ശല്യം ചെയ്യും എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്നു. പക്ഷേ തേർഡ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുകയാണ്. തേർഡ് പാർട്ടി നിങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചോ, നിങ്ങൾക്ക് ചുറ്റും കിടന്ന് തേർഡ് പാർട്ടി പ്രവർത്തിച്ചു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വിടാതെ, നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ തേർഡ് പാർട്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ആ തേർഡ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രമാകുന്നു. തേർഡ് പാർട്ടി ഒന്നുമില്ലാതെ വാലും ചുരുട്ടി ഓടുന്നൊരവസരം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പ്രണയവും ജീവിതവും ജീവിതത്തിലെ സമാധാനവും ഒക്കെ തകർക്കാനായിട്ട് തേർഡ് പാർട്ടി പ്രവർത്തിച്ചു. നിങ്ങൾക്ക് ആത്മീയമായ ഒരു ശക്തി ലഭിച്ചിരിക്കുന്നു. തേർഡ് പാർട്ടിയെ പരാജയപ്പെട്ടു പോകാനും തേർഡ് പാർട്ടിക്ക് നിങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിജയവും ഉണ്ടാകാതെ തേർഡ് പാർട്ടി വാലും ചുരുട്ടി പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ തരത്തിലും പോസിറ്റീവായി നിങ്ങൾ വിജയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് ഈ ഫയല് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. പൂച്ചക്കുട്ടിയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ തേർഡ് പാർട്ടി, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ചാക്കിട്ട് സോപ്പിട്ട് നിങ്ങളെ തകർക്കാനായിട്ട് ഇരിക്കുന്ന ആളുകളായിരുന്നു. ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ ശല്യം ചെയ്യുക. പലപ്പോഴും ഈ തേർഡ് പാർട്ടിയാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പമെന്ന് നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ തന്ത്രപരമായി, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തന്ത്രപരമായി നശിപ്പിക്കുന്ന നിലപാടാണ് ഈ തേർഡ് പാർട്ടി ചെയ്തത്. നിങ്ങളോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, നിങ്ങളോട് വളരെയധികം സ്നേഹവും താല്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയായിരുന്നു. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ തേർഡ് പാർട്ടി നിങ്ങളോട് ഇപ്രകാരം ചെയ്യുമെന്ന്. ഈ തേർഡ് പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളും അത്തരത്തിലാണ് കടന്നുപോയത്. നിങ്ങളറിയാതെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെയും നശിപ്പിക്കുക, നിങ്ങളറിയാതെ നിങ്ങളുടെ വ്യക്തിയുടെ സമാധാനം കളയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരായിട്ട് ഈ വ്യക്തി പ്രവർത്തിച്ചു. അവസാന ലാപ്പിൽ മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ ചതി മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടത് പോലും നിങ്ങൾ പരസ്യപ്പെടുത്തി. വലിയ തരത്തിലുള്ള ദുഃഖം ഉണ്ടായി. ആ ദുഃഖങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ദുഃഖമുണ്ടായി.
മാനസികമായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും വിഷമിച്ചു. ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒരു മനസ്സാക്ഷി പോലും നിങ്ങളോട് കാണിക്കാതെ, നിങ്ങൾ വിശ്വസിച്ച് നൽകിയ സ്നേഹവും നിങ്ങൾ വിശ്വസിച്ച് നൽകിയ ആദരവും ബഹുമാനവും ഒക്കെ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ തേർഡ് പാർട്ടി ഉപയോഗിച്ചു. അവസാനം വരെ ആ തേർഡ് പാർട്ടി വിചാരിച്ചത് ആ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും ഇത് കണ്ടെത്തേണ്ടി വരില്ലെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്ന് എപ്പോഴോ സംശയം തോന്നി. നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞതെല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആ തേർഡ് പാർട്ടി, ആ തേർഡ് പേഴ്സൺ ഇനി ആ കളികളൊന്നും നടക്കില്ല. കാരണം നിങ്ങളെ ഈ തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയിച്ചത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ്, നിങ്ങളുടെ ശക്തിയാണ്. ആ ശക്തി അത് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ തേർഡ് പേഴ്സൻ്റെ ഒരു കളിയും നടക്കില്ല. തേർഡ് പേഴ്സൺ മുട്ടുമടക്കി തോറ്റു പരാജയപ്പെട്ടു പോകും. നിങ്ങളുടെ വ്യക്തിക്കും ഈ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. അങ്ങനെ നിങ്ങളുടെ ആ കഷ്ടകാലം അവസാനിക്കുന്നു. തേർഡ് പാർട്ടിയുടെ എല്ലാ കള്ളത്തരവും നിങ്ങൾക്ക് മുമ്പിൽ വെളിവായിരിക്കുന്നു. നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.